വെൺചന്ദ്രക്കല ചൂടുമീശൻ തിരുമകനെ വേട്ടയ്ക്കൊരു മകനെ. വെൺചന്ദ്രക്കല ചൂടുമീശൻ തിരുമകനെ വേട്ടയ്ക്കൊരു മകനെ. കുന്നല നാടിനെ കണ്ണീരിൽ നിന്നും നീ കൈപിടിച്ചേറ്റേണം തമ്പുരാനെ. ഒരു പാട്ടു കഴിച്ചിടം കാത്തിടേണേ. വെൺചന്ദ്രക്കല ചൂടുമീശൻ തിരുമകനെ വേട്ടയ്ക്കൊരു മകനെ. പാശുപതം പണ്ടു പാർത്ഥനു നൽകുവാൻ കാട്ടാള രൂപമേടുത്ത നേരം. പാശുപദം പണ്ടു പാർത്ഥനു നൽകുവാൻ കാട്ടാള രൂപമെടുത്ത നേരം. രുദ്രനും ഗൗരിക്കും ഉണ്ടായ പൈതലും കാട്ടാള രൂപനായി തീർന്നു പാരം. രുദ്രനും ഗൗരിക്കും ഉണ്ടായ പൈതലും കാട്ടാള രൂപനായി തീർന്നു പാരം. വെൺചന്ദ്രക്കല ചൂടും ഈശൻ തിരുമകനെ വേട്ടയ്ക്കൊരു മകനെ. വേട്ടയ്ക്കു പോയപ്പോഴുണ്ടായോരുണ്ണിക്ക് വേട്ടയ്ക്കൊരു മകൻ എന്നു നാമം. വേട്ടയ്ക്കു പോയപ്പോഴുണ്ടായോരുണ്ണിക്ക് വേട്ടയ്ക്കൊരു മകനെന്നു നാമം. ഭാർഗവ ക്ഷേത്രത്തെ പാലിക്കും മൂർത്തിക്ക് ബാലുശ്ശേരി കോട്ട പൊന്നമ്പലം. ഭാർഗവ ക്ഷേത്രത്തെ പാലിക്കും മൂർത്തിക്ക് ബാലുശ്ശേരി കോട്ട പൊന്നമ്പലം. വെൺചന്ദ്രക്കല ചൂടും ഈശൻ തിരുമകനെ വേട്ടയ്ക്കൊരു മകനെ വേട്ടയ്ക്കൊരു മകനെ വേട്ടയ്ക്കൊരു മകനെ. என்னை வருகவென குறித்திட்டன மலர் முல்லையின் பந்த நீழல். மன்னியவளை புணர்ப்புக்கு மற்றென்னை கண்டுழரா நெகிழ்ந்தார். பொன்னிற வாடை கையில் தாங்கி பொய் அச்சம் காட்டி நீ போதிலே இன்னமெல் கையகத்தீங்கொரு நாள் வருதியே
അധരം മധുരം വദനം മധുരം നയനം മധുരം ഹസിതം മധുരം ഹൃദയം മധുരം ഗമനം മധുരം മധുരാധിപതേ അഖിലം മധുരം സാധുജനാധാര സാർവഭൗമാ സാധുജനാധാര സാർവഭൗമാ സാധുജനാധാര സാർവഭൗമാ മാധവ മാമവ ദേവ മാധവ മാമവ ദേവ മാധവ മാമവ ദേവ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ മാധവ മാമവ ദേവ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ മാധവ മാമവ ദേവ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ മാധവ മാമവ ദേവ അംബുജലോചന കമ്പുശുഭഗ്രീവ ബിംബാധര ചന്ദ്രബിംബാനന അംബുജലോചന കമ്പുശുഭഗ്രീവ ബിംബാധര ചന്ദ്രബിംബാനന ചാമ്പിയനാസാഗ്ര ചാമ്പിയനാസാഗ്ര ലഗ്നസുമൗക്തിക ചാമ്പിയനാസാഗ്ര ലഗ്നസുമൗക്തിക ശാരദ ചന്ദ്ര ജനിത മദന ശാരദ ചന്ദ്ര ജനിത മദന മാധവ മാമവ ദേവ മാധവ മാമവ ദേവ മാധവ മാമവ ദേവ യാദവ കൃഷ്ണ പൂജ ദക്ഷിണാമൂർത്തി പൂജ രാശി പൂജ ഗ്രഹപൂജ എല്ലാം കഴിഞ്ഞ് ഇഷ്ടദേവതകളൊക്കെ പ്രാർത്ഥിച്ച് 108 കവടികളെ പാലിൽ കഴുകി മൂന്നാക്കി ഭാഗിച്ച് കന്യാകുമാരോവാ രാശിമലസ്ഥിൻ ജ്ഞാനശൂന്യോവാഗസ്ഥന അവര ഒന്നും അറിയാത്തൊരു കുട്ടിയെ കൊണ്ട് പെട്ടെന്ന് കയ്യിൽ കൊടുത്ത വെള്ളം പൂവ് ചന്ദനം നെല്ലരി എന്നിവ ചേർത്ത് ഭഗവാനെ ഈ പ്രപഞ്ചത്തെയും സങ്കല്പിച്ച് രാശിചക്രത്തെ 3 പ്രദക്ഷിണം ചെയ്ത് കുട്ടിയോട് ഇഷ്ടമുള്ള രാശിയിൽ വയ്ക്കാൻ പറയുകയാണ്. അതാണ് കൃഷ്ണ സ്വർണേന രാശി ആരൂഢ ഏവസ
അതാണ് സാധാരണഗതിയിൽ ആരൂഢെന്ന് അഷ്ടമംഗല പ്രശ്നത്തിൽ പറയാം. ഇതിപ്പോൾ വീടുകളിൽ വയ്ക്കുന്ന പ്രശ്നമാണെങ്കിൽ ഗൃഹപ്രശ്നമാണ്, രാജ്യപ്രശ്നമാണ്, അല്ലേ? വിവാഹത്തെ സംബന്ധിച്ചാണെങ്കിൽ വിവാഹ പ്രശ്നമാണ്, സന്തതിയെ സംബന്ധിച്ച് സന്തതി പ്രശ്നമാണ്, ദൈവവിഷയത്തിൽ ദൈവപ്രശ്നം എന്നാണ് പറയുക. അഷ്ടമംഗലത്തിൻ്റെ ഒരു ക്രിയാഭാഗം തന്നെയാണ്, അതിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടാണ് ചർച്ച. അപ്പോൾ ആ രാശി ഏത് രാശിയിൽ വന്നെങ്കിൽ അതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുക. ബാക്കി സമയത്തിൻ്റെ രാശിയുണ്ട്, ചന്ദ്രൻ്റെ രാശിയുണ്ട്, തത്വരാശിയുണ്ട്, ബാക്കി അനവധി രാശികളും ഗ്രഹങ്ങളും സ്ഫുടങ്ങളും മറ്റ് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്, നിമിത്തങ്ങളെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. പ്രഥമം ദൈവാനുകൂല്യത്തെക്കുറിച്ചുള്ള ചെറിയൊരു കഥയാണ്. അതെന്താണ്? അവിടെ ഇപ്പോൾ സ്വർണം മലർന്നിട്ട് വരാം, കവിഴ്ന്നിട്ട് വരാം, ചെരിഞ്ഞിട്ട് വരാം. ഇതെങ്ങനെ വന്നാൽ ഊർധ്വം പുഷ്പാക്ഷദാനം സ്വർണം ഉപാനനം ചെയ്ത് തൽക്കാലേ വന്ദനം സ്വർണം മലർന്നു വന്നാൽ എങ്ങനെ എന്താണ്? ഊർധ്വം പുഷ്പാക്ഷദാനം നിഹത യുവ സ്വർണം ഉദ്വാനനം ചെയ്ത് തൽക്കാലേ വർദ്ധനം ധന സുത യശസ. ആ കാലഘട്ടത്തിൽ ധനം എന്ന സുഖവസ്തുവാണത്, ഭോഗവസ്തുവാണ്, സുഖത്തിന് പറയുന്നപ്പെട്ടതാണ്. ഇപ്പോൾ കുടുംബസുഖം, ക്ഷേത്രസുഖം, ധനസുഖൻ, കുടുംബ ശ്രേയസ്, മക്കളുടെ ശ്രേയസ്, യശസ്, നല്ല പേര്, ഇതൊക്കെ ഉണ്ടാക്കാൻ ഈ ദേവനെ സേവിക്കാവുന്നതാണ്. ഇതിനൊക്കെ ഭഗവാൻ അനുഗ്രഹിക്കുന്ന കലയോട് കൂടിയതാണെന്ന് പറയാം. ശുഭകരം ശ്രീതം, സ്വർണം ഊർധ്വകരം ശ്രീതം. ഇവിടെ തൊഴുന്നവർക്ക് ധാരാളം മഹാലക്ഷ്മി കടാക്ഷം ഉണ്ടാവുന്നതാണ്. പിന്നെ രോഗശമനം ഉണ്ടാവും, ചൈതന്യത്തിന് നല്ല പുഷ്ടിയും പിന്നെ ഉണ്ടാവാനുള്ള ഭാവി കാലത്തേക്കുള്ള ലക്ഷണം ഉണ്ടെന്ന് കാണിക്കുന്നു. പക്ഷെ അവിടെയാണ് ഇപ്പോൾ ഈ സർവേശ്വരക്കാരെന്ന് വെച്ചാൽ വ്യാഴം നിത്യം സാന്നിധ്യം പോലെ എന്തോ അടുത്ത കാലഘട്ടത്തായിട്ട് ദേവന് വേണ്ടതായ കാര്യങ്ങൾ വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് കിട്ടിയിട്ടില്ല എന്ന ഭാവേന വ്യാഴാതി പോയി. കലശ എത്രകാലം എവിടെ നവീകരണ എത്രകാലായി? നവീകരണമായിട്ടുണ്ടായിരുന്നു. എന്താണ് രാശി ഉദയ സമയത്ത് വൃശ്ചികം കുട്ടി സ്വർണം വെച്ചത് വൃശ്ചികം രാശിയിലാണ്. വൃശ്ചികം ആരൂഢമാണ്.
അവിടെ സ്വർണ്ണ നവാംശകം എന്ന് പറയും. ഞാൻ കാണിച്ചു തന്നില്ല, ഒരു സ്വർണ്ണ നാണയമുണ്ട്. അത് ഏതാണ്ട് ഒരു 4000 വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിൽ ഉപയോഗത്തിലുണ്ടായിരുന്ന നാണയമാണ്. ഇന്നത്തെ മാതിരി ഹെഡും ടൈലല്ല ഇത്. ഒരു ഭാഗത്ത് ഓം എന്ന് എഴുതിയിട്ടുണ്ടാവും, ഒരു ഭാഗത്ത് ഒരു വാലുണ്ടാവും. അല്ല, ഓം എന്ന് എഴുതിയ ഭാഗം ആണെന്നുള്ളത് മലർന്നു വരുന്നത്. അതാണ് ഈ പ്രശ്ന വിഷയത്തിൽ നമ്മൾ ഉപയോഗിക്കാറ്. മറ്റു നാണയങ്ങളല്ല. പുതുപണം എന്നാണ് പറയുക. ഇപ്പം അത് ആർട്ടിഫിഷ്യലായിട്ടൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ പ്രാചീനമായ ജ്യോതിഷ കുടുംബങ്ങളിൽ മാത്രമാണ് ഈ സാധനം ഉണ്ടാവാറുള്ളത്. അല്ലെങ്കിൽ ഇല്ലങ്ങളിലും ഉണ്ടാവാറുണ്ട് നാണയം. അതിപ്പോൾ ഇന്നത്തെ അവസ്ഥയിൽ ഇപ്പോൾ മാറ്റം വരച്ചു കഴിഞ്ഞാൽ 1916 916 ഉണ്ടാവില്ല, ഒരു മഞ്ഞ നിറം ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ സാധനം ഈ രാശിയിൽ വെക്കുമ്പോൾ ആ രാശിയെ തന്നെ വീണ്ടും 9 മാറ്റും നവാംശം. അതിൽ ഏത് ഭാഗത്ത് വന്നു? ഇപ്പോൾ വൃശ്ചികൻ രാശിയിൽ കുട്ടി വെച്ചു, കുട്ടിക്ക് അറിയില്ല, ശ്രുതയ്ക്ക് അറിയില്ല ഇത് എന്ത് രാശിയാണെന്നൊന്നും. അവൾക്ക് അവിടെ വെക്കണം തോന്നി ഉടച്ചു. അങ്ങനെ തന്നെ വേണമെന്നുണ്ട്. അത് കന്യാകുമാരോവ രാശിഗ്രഹസ്ഥിതിൽ ജ്ഞാനശൂന്യോവ കശ്ചന അവരാണ്. ഈ രാശിയെക്കുറിച്ച് അല്ലെങ്കിൽ ഗ്രഹങ്ങളെക്കുറിച്ച് നക്ഷത്രങ്ങളെക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരു പിഞ്ചു ഹൃദയം, നിർമ്മലമായ ഹൃദയം, അവരാണല്ലോ ഏറ്റവും വലിയ ജ്യോത്സ്യന്മാർ അല്ലേ? കവി പറഞ്ഞില്ലേ, ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. മാമ്പഴത്തിൽ പറഞ്ഞില്ലേ, അവരൊക്കെ എവിടെയെങ്കിലും വെക്കാനൊക്കെ പറയും, വെക്കരുത്, മോൾക്ക് ഇഷ്ടമുള്ള രാശിയിൽ വെച്ചോളൂ. അവർക്ക് ഇഷ്ടമുള്ള രാശിയിൽ വെച്ചു. അത് വൃശ്ചികൻ രാശി. അവിടെ തന്നെ സ്വർണവും വന്നു. കണ്ട, ആ വൃശ്ചികൻ രാശിയെ 9 മാറ്റിയതിൽ ആ വൃശ്ചികൻ രാശി 5ാമത്തെ രാശിയിൽ തന്നെ സ്വർണ്ണാംശകം വന്നു. അത് മലർന്നു വന്നു. ഒരിക്കലും ആരാലും നശിപ്പിക്കാൻ പറ്റാത്തതായ ഒരു അനിർവചനീയമായ പ്രൗഢമായൊരു ശൈവ ചൈതന്യം നിലനിൽക്കുന്ന ഭൂമിയാണതെന്ന് വൃശ്ചികൻ രാശി ആരൂഢമായി വന്ന് വൃശ്ചികൻ രാശിയിൽ തന്നെ സ്വർണ്ണനവാംശകം വന്ന് സൂര്യൻ, കാരകനായ സൂര്യൻ്റെ ദൃഷ്ടിയല്ലേ, യോഗാദവി ദൃഷ്ടിയെ പ്രധാനം എന്നാണ്, കീടേ സ്വയംഭൂ എന്നാണ്. ഒരു മനുഷ്യനൊക്കെ പ്രതിഷ്ഠിക്കുന്നതിന് മുമ്പ് തന്നെ ഏതോ അനാദികാലത്ത് ശിവൻ്റെ തേജസ് ഉണ്ടായിരുന്ന ഭൂമിയാണ് പ്രത്. ഈ കർക്കിക വൃശ്ചിക മീനം ബ്രാഹ്മണ രാശിയായത് വന്നുകൊണ്ട് ഇതിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും ഇല്ലങ്ങൾ ഉണ്ടായെന്ന് കേട്ടിട്ടുണ്ടാകും. ബ്രാഹ്മണ ഗ്രഹങ്ങൾ ഈ പ്രദേശത്തുണ്ടായെന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഒരു ജലാശയവും ഒരു ബ്രാഹ്മണ ഗ്രഹവും ഉണ്ടാവണം. ഇല്ലങ്ങൾ, ബ്രാഹ്മണർ, കേരള ബ്രാഹ്മണർ കേട്ടോ. ഇപ്പൊന്നുമില്ല അല്ലേ? ഉണ്ടായിരുന്നു അത്രേ. ഇതില്ല പേര് കേട്ടിട്ടുണ്ടാ? ഒന്നും കേട്ടില്ല. എന്തില്ലായിരുന്നു ഒന്നും കേട്ടില്ല ഇല്ല അല്ലേ? ആ, പിന്നെ ഒരു നല്ലൊരു ജലാശയം വേണല്ലോ. കീടസ്യ വത്നീക തടാകയോശ്ച, ഒരു വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു ഭാഗം, ഒരു നീരുറവ, അങ്ങനെ ഒരു സ്ഥലം കൂടി ഇവിടെ വേണം. എവിടെ? ചോലമാതിരിയോ? ആ, വെള്ളം പൊട്ടി വരുന്നൊരു സ്ഥലം. അതൊക്കെ ഒരു പക്ഷേ ഒരു കാലഘട്ടത്തിൽ ഒന്നിച്ച് കിടന്നിരുന്ന ഒരു ഭൂപ്രദേശം ആവാൻ സാധ്യതയുണ്ടെന്നർത്ഥം. കീടസ്യ വത്നീക തടാകയോശ്ച, തടാകം എന്ന് പറഞ്ഞാൽ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലം. വത്നീകം എന്ന് പറഞ്ഞാൽ പുറ്റ്. പുറ്റ് എന്ന് പറഞ്ഞാൽ ഈ പാമ്പിൻ്റെ പുറ്റാന്ന് ധരിക്കരുത്. നല്ല വത്നീകം കേട്ടോ, ശുദ്ധമായിട്ടുള്ള മണ്ണ് നിറച്ചുള്ളൂ. പിന്നെ ആ പുറ്റൊക്കെ പ്രതിനിധാനം ചെയ്യുന്നത് തന്നെ നൈസർഗികമായ ചൈതന്യത്തെയാണ്. നമ്മൾ ഭാഗവതം വായിക്കുന്ന ആൾക്കാരും രാമായണം വായിക്കുന്ന ആൾക്കാരൊക്കെയാണ്. രാമായണത്തിൻ്റെ ആവിർഭാവ കഥയിൽ രത്നാകരൻ എന്ന സാധാരണ മനുഷ്യനെ വാത്മീകത്തിൽ മൂടി അവിടെ നിന്ന് പിന്നെ ഈശ്വര സാക്ഷാത്കാരം വന്നതുകൊണ്ടാണ് അദ്ദേഹം ആരായി, ശൂദ്രനായ രത്നാകരൻ വാത്മീകി മഹർഷിയായി മാറി, മുനിയായി മാറി. ഏറ്റവും ശുദ്ധമായ സങ്കേതങ്ങളായിരുന്നു. അനവധി കാലത്ത് വൃശ്ചികത്തിന് ധാരാളം ഇക്കോളജിക്കൽ, വൃക്ഷങ്ങൾ, വെള്ളം, ജന്തുക്കൾ, ജീവജാലങ്ങൾ, ഇതൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് വൃശ്ചികത്തിന്. വൃശ്ചിക ഭവനേ ലഗ്നേ ലൂതാനാം നകുലാനാം വിലവാസിന. ഇതിന്റെ പരിസരത്ത് ഒരു ഗുഹയുണ്ടായിരുന്നല്ലോ, അതെവിടെ കണ്ടിട്ടുണ്ടോ? ഒരു ഗുഹ, മട എന്നാണ് ചില സ്ഥലത്ത് പറയാ. അങ്ങനെ കണ്ടിട്ടുണ്ടോ? കുന്നിന്റെ മുകളിൽ ആ മടകള് എന്താ, നരിമട, പുലിമട, പന്നിയാവും. അതിപ്പോ ഒന്നാവും, പഴയ കാലത്ത് എന്താവും? ആ, 2 ഗുഹ ഉണ്ടാവും. വെട്ടുകല്ലാവും. കരിങ്കല്ലല്ല, വെട്ടുകല്ലാണല്ലോ വായു ഉണ്ടാവുള്ളൂ. വെട്ടുകല്ലാവും. ആ, എത്ര ദൂരം ഇവിടെ നമ്മള്? 1 കിലോമീറ്റർ ഒക്കെ ഉണ്ടാ? അതിപ്പോ എന്താ, ഫോറസ്റ്റ് ഏരിയ ആണോ? അപ്പൊ അല്ല, വ്യക്തികളുടെ പേരിലാവാം. അല്ല എന്താ, അല്ല അങ്ങനെയൊക്കെയുള്ള
ഈ ഭൂപ്രകൃതി അത്ര മനോഹരമാണെന്ന് അർത്ഥം. വെള്ളം, ഗുഹ, കാട്ടുമൃഗങ്ങൾ, യൂതാനാം. ശരിക്കും ഈ ചൊവ്വയെ കൊണ്ട് തന്നെയാണ് വ്യാഘ്രത്തെ പറയുക. പന്നിയല്ല, പുലി. പുലികളൊക്കെ അപ്പൊ ഇവിടേക്ക് ശാന്തിക്ക് വരുമ്പോ ശാന്തി ആ പാലിന്റെ അവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കും. അപ്പൊ അപ്പുറത്തും ഇപ്പുറത്തും കണ്ടാല് അവിടെ കുറച്ച് വെള്ളം കെട്ടി അവിടെ കറങ്ങി ആള് പോവും. കാണ് പൂർവ്വകാല ചരിത്രം നമ്മളെ ഒന്നും ചെയ്യില്ല. നാളെ ഇപ്പോ അവിടെ ഒരു നാളികേരം ഉണ്ട്, അവിടെ പോകാട്ടെന്ന് പറഞ്ഞു. പിന്നെ അവിടെ സാധനം വരില്ല. ആ ഈശ്വരീയ ചൈതന്യാണ്. ഈശ്വരീയ ചൈതന്യമുള്ള സ്ഥലത്ത് ഉണ്ടാവും. ഒരു 3-4 ആശ്രമങ്ങളിൽ കേട്ടില്ലേ? ഇപ്പൊ ശാകുന്തളം തുടങ്ങുന്ന ആശ്രമ മൃഗോയം ഹന്തവ്യോ ന ഹന്തവ്യാണ്. ദുഷ്യന്ത മഹാരാജാവ് അമ്പയ്യുന്ന മാനിനെ അമ്പയ്യുന്ന സമയത്ത് ഒരു മുനികുമാരി പറയാണ്, ഇത് ആശ്രമ മൃഗമാണ്, ഇതിനെ കൊല്ലരുത് എന്ന പോലെ. ഇപ്പോൾ 2-4 വർഷങ്ങൾക്ക് മുമ്പ് ശബരിമലയിൽ ഡ്യൂട്ടി ചെയ്തിരുന്ന ഒരു ഡോക്ടർ, അദ്ദേഹത്തിന് ശബരിമല സീസൺ കഴിഞ്ഞിട്ടും കുറച്ച് ദിവസം അവിടെ അങ്ങനെ നല്ല രസമല്ലേ, കുറച്ച് ദിവസം ഇരിക്കാമെന്ന് തോന്നി. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് നല്ല നട്ടുച്ച വെയിൽ സമയത്ത് അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് പറഞ്ഞു, അതേ അദ്ദേഹത്തിൻ്റെ പേര് പ്രഭാകരനാണ്, ഡോക്ടർ പ്രഭാകരൻ, നമുക്കൊരു അത്ഭുതം കാണുമല്ലോ ഇവിടെ. എന്താ ഇപ്പോൾ ഇപ്പോൾ എല്ലാ ആൾക്കാരും നിങ്ങൾ വരൂ, ഇപ്പോൾ നമ്മുടെ നടപ്പരല്ലേ ശബരിമലേ, കുടുംബസമേത അച്ഛനും അമ്മയും മക്കളുമായിട്ടുള്ള പുലിക്കുട്ടികൾ കളിക്കണം. നട്ടുച്ച വെയിൽ അവർ സുഖമായി കളിക്കുക. അവരുടെ വിഹാര കേന്ദ്രമാണത്. അവരുടെ വിഹാര കേന്ദ്രമാണ്. വെള്ളം, ധാരാളം കാറ്റ്, ലോകത്തിലെ എല്ലാ സംസ്കാരങ്ങളും സിവിലൈസേഷൻസും, ഇപ്പം നൈൽ നദീതര സംസ്കാരം, ബാബിലോണിയൻ സംസ്കാരം, മോഹൻജദാരോ, ഹരപ്പ, സിന്ധു നദീതര സംസ്കാരം, ഇൻഡസ് വാലി സിവിലൈസേഷൻ, ഇതൊക്കെ നദിയിൽ വെള്ളമുള്ള സ്ഥലത്ത് താമസിച്ചു. വെള്ളം ധാരാളം ഉപയോഗിച്ചു. അവർക്ക് ജ്ഞാനദൃഷ്ടിയിൽ വന്ന അറിവുകളെ എഴുതി വെക്കാനൊന്നും പേപ്പറില്ല, കമ്പ്യൂട്ടറില്ല, എന്താ ലാപ്ടോപ്പിൻ്റെ മുമ്പിലൊരു സാധനമില്ലേ, കുട്ടികളെന്താ ഉപയോഗിച്ചിരുന്നത്, എന്താ ടാബ്ലറ്റ് ഒന്നുമില്ല. പക്ഷെ അവരടുത്ത് വേറൊരു ടാബ്ലറ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ടാബ്ലറ്റ് കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ ചില ഗുളികകൾ, അതിൻ്റെ മുകളിൽ ഈ ഹീറോഗ്ലിഫി അക്ഷരമൊക്കെ കളിമണ്ണിലാണ് എഴുതിയിരിക്കണം. അതങ്ങനെ കെട്ടി വയ്ക്കാതെ. പിന്നെ അവർക്ക് ജ്ഞാനോദയം വരുന്ന സമയത്ത്, നൈസർഗികമായ ആ കുണ്ടലിനി ഉത്ഥാപനം വരുന്ന സമയത്ത് അവർക്ക് തോന്നുന്ന ടിപ്സ് അവരെഴുതാൻ ഉപയോഗിച്ചത് നദീതീരത്ത് ധാരാളം ഉണ്ടാകുന്ന മണലിലാണ്. ഒരു 60 വർഷങ്ങൾക്ക് മുമ്പ് എഴുത്തിനിരുത്തിയ കുട്ടികൾക്ക്, ഇപ്പോൾ ഓർമ്മയുള്ള ആൾക്ക് ഒരു 70 വയസ്സുകാർക്കോ 65 വയസ്സുകാർക്ക് ചിലപ്പോൾ അറിയാം, എഴുത്തിനിരുത്തിയിരുന്നത് വെള്ളരിയിലും, എഴുത്തിനിരുത്തൽ കഴിഞ്ഞാൽ അവരെ അക്ഷരം പഠിപ്പിച്ചിരുന്നത് മണലിലാണ്. ആ മണൽ സൂക്ഷിക്കുക ഒരു നാളികേരത്തിൻ്റെ തൊണ്ടിലാണ്. സഞ്ചി പോലും ഇല്ല കേട്ടാ, ഒരു നാളികേരത്തിൻ്റെ തൊണ്ട് ഇങ്ങനെ എന്താക്കിയിട്ട് അതിലുണ്ടാവും. എന്നിട്ട് കുട്ടികൾ എഴുതുന്ന സമയത്ത് ഈ മണൽ നിരത്താണ്ടിടും. എന്നിട്ട് അതിലാണ് എങ്ങനെയാണ് എഴുതാം, ഈ ഇങ്ങനെ ആദ്യം നാവൽ എഴുതും, എന്നിട്ട് 4 ദിവസം മണലിൽ എഴുതണം. എഴുത്ത് അങ്ങനെ കഴിഞ്ഞു. ഇനി കണക്ക് കൂട്ടണമെങ്കിൽ എന്തില്ല, നമ്മുടെ അടുത്ത് ഈ പറഞ്ഞ ടാബ്ലറ്റും ഒന്നുമില്ല, സ്ലേറ്റ് ഇല്ല, പെൻസിലില്ല, കടലാസ് പെൻസിലില്ല, അങ്ങനെയാണ്. അപ്പോൾ നദീതീരത്ത് ധാരാളം സുലഭമായ ഒരു വസ്തുവാണിത്. കാണല്ലേ, ഇതെന്ത് ഷെൽസ്, കവിടികൾ. സമുദ്രങ്ങളിൽ ജീവികളുടെ പുറംതോടാണ്. 10,000 വർഷം കഴിഞ്ഞാലും കേടുവരാത്ത വസ്തുവിനെ വെക്കുകയാണ്. കണ്ട 1, ഇപ്പം ഞങ്ങൾ കണ്ടിതാ 10, 100, കണ്ടോ 1110, 1101. എന്നിട്ട് എന്ത് ചെയ്തു, കമ്പ്യൂട്ടറിൽ നമ്മൾ ചെയ്യുന്നതാണ് ഏറ്റവും കേമെന്നാണ് ഇപ്പോൾ വിശ്വാസം. കമ്പ്യൂട്ടറിന് ഈ ജ്ഞാനം കൊടുത്തിരിക്കാൻ സാധ്യതയുള്ള ഒരു ചെറിയ ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ 11 നമ്മൾ എഴുതുകയാണ്, 10 ഇവിടെ എഴുതി 11. ഇതിനെ 11 കൊണ്ട് പെരുക്കണമെങ്കിൽ 11 എന്നിട്ട് ഇൻറ്റു അടിക്കണം, എന്നിട്ട് 11 ഇടണം. അപ്പോഴല്ലേ 11ൻ്റെ 11 കിട്ടുള്ളൂ. ഇതാ വന്നു 11 121. ഇത് നോക്കണം, കവിടിയിലേക്ക് നോക്കണം. 11 121.
ഇനി ഇതിൽ 6 ഹരിക്കുകയാണ്. നോക്കൂ, 26 12 120 ബാക്കി ശിഷ്ടം 1. ഈ കാൽക്കുലേഷൻ എന്നാണ് ഈ മഷി അങ്ങോട്ട് ഇങ്ങോട്ട് മാറൽ തുടങ്ങിയത്. വേദത്തിൻ്റെയും മുൻപ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ മണല് പിന്നെ ഈ പറഞ്ഞ കവിടികൾ അത് കഴിഞ്ഞു. പിന്നെ ഇവരിത് സൂക്ഷിച്ചു വെക്കണം. സൂക്ഷിച്ചു വെക്കാൻ എന്താണുള്ളത്? പാലിയോലിത്തിക് ഏജ് എന്നാണ് പറയുക. മരങ്ങളുടെ ഇലകൾ, കൊടപ്പന, കരിമ്പന മുതലായ കേടുവരാത്ത ഇലകൾ വെള്ളത്തിൽ വെച്ച് കഴുകി, അതാണ് ഇപ്പൊ നമ്മൾ അടുത്ത കാലത്ത് അവർ ചെയ്യുന്ന ജാതകം. ഇപ്പൊ ഫൈബർ ജാതകമാണ് വരുന്നത്. അപ്പോൾ ആ ഇലകളിൽ പാലിയോലിത്തിക് ഏജ് ചരിത്രം പഠിക്കുന്നവർക്ക് അറിയാം. പാലിയോ എന്ന് പറഞ്ഞ ലീഫാ. ആ ഇലകളിൽ വരഞ്ഞു തുടങ്ങിയത്. അങ്ങനെ ജ്ഞാനത്തിൻ്റെ ആദ്യം കഴിഞ്ഞു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ലോഹയുഗമായി, മെറ്റൽ ഏജ്. ആ മെറ്റൽ ഏജ് എന്തായി? ആദ്യം കല്ല് കൊണ്ട് എഴുതിയിരുന്നെങ്കിൽ പിന്നീട് ലോഹത്തിൻ്റെ കൂർപ്പിച്ച് അതുകൊണ്ട് എഴുതാൻ തുടങ്ങി. ഇന്നും നമ്മുടെ കാരണന്മാർ ഒരു 60 വയസ്സിൻ്റെ മുകളിലുള്ള ആൾക്കാരൊക്കെ ജാതകം ഇപ്പം ഞങ്ങൾ ഇതിലേക്ക് അവിടെയൊക്കെ താഴ്മ്പ് കാണാനുള്ള. അതിൻ്റെ താഴെയുള്ള ആൾക്കാർക്ക് ഓരോടത്ത് ചോദിച്ചാൽ ഒരു കാര്യം ചെയ്തിട്ട് ചോക്കെടുക്കും, എന്നിട്ട് ഫോട്ടോ എടുക്കും, എന്നിട്ട് വലുതൊക്കെ കാണും. അല്ലാത്തവർക്ക് മനസ്സിലാവില്ല. നമ്മൾ ആയുർവേദ ഗ്രന്ഥങ്ങൾ, വേദഗ്രന്ഥങ്ങൾ, ഈ തന്ത്രഗ്രന്ഥങ്ങൾ, ദേവീ മഹാത്മ്യം, ഭാഗവതം, രാമായണം, ഇതൊക്കെ എന്തിലെഴുതിയിട്ടുള്ളത്, എഴുതപ്പെട്ടിട്ടുള്ളത് ഇത്തരം വരകളില്ല ഗ്രന്ഥങ്ങൾ. പക്ഷേ ആദ്യമായിട്ട് ഇവിടെ കുടികൊണ്ടിട്ടുണ്ടാവുക ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നിയന്താവായിട്ടുള്ള സാക്ഷാത് ശ്രീ പരമേശ്വരനാണ് ഒരു വേട്ടേക്കരൻ. ആൾക്കാരിത് ധരിക്കണ്ട, അത് മറ്റേ 2ാം ക്ലാസ് ദൈവമൊക്കെ ധരിക്കുന്ന ആൾക്കാരുണ്ട്. വേട്ടേക്കരൻ, വേട്ടയ്ക്ക് ഒരു മകൻ എന്നൊക്കെ പല പേര്. സാക്ഷാൽ ബ്രഹ്മസ്വരൂപം എന്താണോ? അതെ, അങ്ങനെയൊന്നും ഇരിക്കരുത്. പുരാണൊക്കെ വായിച്ച ആൾക്കാർക്ക് അറിയാം. എന്ത് ആ മരം പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന മരം പാറ. വേറെ കൂട്ടി വെച്ച മാതിരി. പഴയകാലത്ത് ജൈനപരവുമായി ബന്ധപ്പെട്ട ജൈനമുനിമാരുടെ മുനിമാടമായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. സൂക്ഷ്മമായിട്ട് അറിയില്ല, അന്നത്തെ കൃഷിക്ക് അറിയാൻ പറ്റിയില്ല. ആ സൂക്ഷ്മമായിട്ടൊന്നും അറിയണം. അതെന്താ കേൾക്കുന്നത്? അല്ല, മുനീശ്വരന്മാര് എന്താ സംശയം? വൃശ്ചികൻ രാശി മുനീശ്വരന്മാര്. പിന്നെ ഇതിലിപ്പോ എന്താ വെച്ചാൽ ഈ ഇവരുടെയൊക്കെ കാലഘട്ടം നമുക്കറിയാം. ആരുടെ? ജൈനന്റെ കാലഘട്ടം, വർദ്ധമാന മഹാവീരന്റെ കാലഘട്ടം നമുക്കറിയാം. ബുദ്ധ മഹർഷിയുടെ കാലഘട്ടം നമുക്കറിയാം, അല്ലേ? മറ്റുള്ള വേറുള്ള സെമിറ്റിക് നമുക്കറിയാം. എത്ര കൊല്ലായി? 1923 എന്താ വെച്ചാൽ അത്. പക്ഷെ അതിന്റെ അപ്പുറത്താണത് എൻ്റെ ഋഷീശ്വരന്മാര്. ഇപ്പൊ ഉദാഹരണം പറയാം, സപ്തർഷികൾ നമ്മൾ പറയുന്നു, അഗസ്ത്യരടക്കമുള്ള സപ്തർഷികൾ. പിന്നെ അതിന്റെ മുമ്പ് ബ്രഹ്മ, സൂര്യോ, വസിഷ്ഠോത്രി, മനു, പൗരസ്ത്യ, രൗമശ, മരീചി, രംഗരോ, വ്യാസ, നാരക, ശൗനകോ, ഭൃഗു, അതെ, അങ്ങനെ പറയുന്ന അഷ്ടാദശാദിയെ 18 ഋഷീശ്വരന്മാരെ കുറിച്ച് പറയുന്നു. ഋഷി 6 പേരിലുള്ള ആളായിരുന്നു. അപ്പൊ പറയാതെ പുരാണത്തിൽ രാമായണത്തിലുള്ളതാണെന്നൊക്കെ പറയാം. പോട്ടെ, ഈ അഗസ്ത്യ മഹർഷിയുടെ പരമ്പരയിലുള്ള ഋഷീശ്വരന്മാരെ സിദ്ധയോഗീശ്വരന്മാരെന്നാ പറയാം. സിദ്ധയോഗീശ്വരന്മാർ, അവരുടെ പ്രധാന ജോലി എന്താണ്? മരുന്നുണ്ടാക്കല. മരുന്നുകൾ ഉണ്ടാക്കി സിദ്ധ മരുന്ന് ഗവൺമെന്റ് അംഗീകൃതമാണ്. സിദ്ധ ഔഷധങ്ങളുണ്ട്. സിദ്ധം എന്ന് പറഞ്ഞാൽ താടിയും മുടിയും കിട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സിദ്ധനല്ല കേട്ടാ. ഈ പറഞ്ഞ മുനിമടകളിൽ താമസിച്ച് പ്രകൃതിയിലെ വെള്ളത്തിനെയും കല്ലിനെയും ലോഹത്തിനെയും ഇലകളെയും ഉരുക്കി സ്ഫുടം ചെയ്ത് അത് ലോകനന്മയ്ക്ക് വേണ്ടി കൊടുക്കുന്ന സിദ്ധയോഗീശ്വരന്മാരുടെ ഒരു സങ്കേതം ദക്ഷിണേന്ത്യയിലുണ്ട്. അതിൻ്റെ സെൻറ്റർ പളനിയാണ്. പളനി മലയാണ്. പളനി മലയിൽ ഗുഹകളും ഗഹുരങ്ങളും ഉണ്ട്. ഗോദർ സമാധി പഴനി പോയവർക്ക് അറിയാം. അതിൻ്റെ ഉള്ളിലൊരു സമാധി ഉണ്ട്. ഈ ഭോഗർ സമാധി, ഭോഗരുടെ സമാധി ഉണ്ട്. ഭോഗർ അതിൻ്റെ ഒരു ആളാണ്. പുലിപ്പാണി, നേരത്തെ പറഞ്ഞ പുലിപ്പാണി,
അദ്ദേഹത്തിന്റെ പരമ്പര ഉണ്ട്. അപ്പോൾ ഈ അഗസ്ത്യ മഹർഷി ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് ഒരു മറുപടി എന്താ വെച്ചാൽ അഗസ്ത്യനെ കുറിച്ചുള്ള സകല ആചരണം ദക്ഷിണേന്ത്യയിലുള്ളൂ. എന്താത്ര കാരണം? ശിവന്റെയും പാർവതിയും കല്യാണത്തിന് സപ്തർഷികൾ പോയി. അപ്പോൾ ഭൂമി ഒന്ന് ചെരിഞ്ഞു, ബാലൻസ് ചെയ്തില്ല. എല്ലാവരും സത്യപ്രതിജ്ഞയ്ക്ക് ബാംഗ്ലൂർക്ക് പോയപ്പോൾ ഒന്നും ചെരിഞ്ഞു. ഇത് ബാംഗ്ലൂരല്ല, ലക്നൌവിലാണ് നടക്കുന്നത്, വാരാണസിയിലാണ് നടക്കുന്നത്, കൈലാസത്തിൽ. അപ്പൊ വിഷ്ണു ചോദിച്ചു എന്നാണ്, എന്താ ചെയ്യാ, ഇത് ഭൂമി ഇങ്ങനെ ചെരിയുന്നില്ല. അപ്പൊ ഈ 6 പേരുള്ള ആളായിട്ട് പോയിക്കോളാൻ പറഞ്ഞത്. അങ്ങനെ ദക്ഷിണേന്ത്യയിലേക്ക് വന്നു. ശരിക്ക് ഉജ്ജയിനിന്റെ അപ്പുറമാണല്ലോ ദക്ഷിണേന്ത്യ. വിന്ധ്യപർവ്വത മധ്യപ്രദേശിന്റെ അപ്പുറമാണ് ദക്ഷിണേന്ത്യ നമ്മൾ പറഞ്ഞത്. അപ്പൊ ആ ദക്ഷിണേന്ത്യയിലേക്ക് ഇദ്ദേഹം വന്നപ്പോ എന്ത് ചെയ്തു? ഭൂമി ബാലൻസ് ചെയ്തു. അപ്പോൾ അത് കഥയാണെങ്കിൽ അഗസ്ത്യ രസായനം വൈദ്യന്മാരുണ്ടെങ്കിൽ അറിയാം. അഗസ്ത്യന്റെ പേരിൽ രസായനം, സിദ്ധൌഷധം. ഇപ്പൊ നമ്മളിപ്പോ ആയുർവേദ മരുന്ന് ഷാപ്പുകളിൽ കിട്ടുന്ന ഒരു മരുന്ന് പറയാൻ പാടില്ല, ഈ എന്തായാലും പറയാം, വൈദ്യന്മാരുണ്ടെങ്കിൽ ക്ഷമിക്കണം, എന്താ പറയല്ലോ പറയാം, മുറിവെണ്ണ ഒരു സാധനം ശരിക്കും സിദ്ധേണെന്നാ പറയണത്. സിദ്ധവൈദ്യത്തിൽപ്പെട്ടതാണ് അത്ര. അവിടെങ്കിലും ഒടിവും ചതവും പറ്റിയാൽ ഇംഗ്ലീഷിൽ അലോപ്പതി ഡോക്ടർമാർ ഇംഗ്ലീഷിൽ എഴുതും, MURIVE എന്നാണ് എഴുതും. അത് കിട്ടും. അത് ഇങ്ങനെ തേച്ചാൽ അത് നീര് പോകും. പറയില്ല, എഴുതി തരും, ഈ മരുന്ന് കിട്ടും, അത് മേടിച്ച് തേച്ചോളം പറയും. അപ്പോൾ ഈ സിദ്ധ പരമ്പരയിൽപ്പെട്ട ഈ വൈദ്യവൃത്തിയുള്ള അതില് 7 തരം സന്യാസികളെ പറയുന്നുണ്ട്. 7 ഗ്രഹങ്ങൾക്ക്. ഏകസ്തചതുരാധിപുർബലയുധൈർ ജാതാഹ പൃഥഗീരികൈഃ ശാക്യ ആജീവ ഭിക്ഷു വൃദ്ധ ചരക നിർഗന്ധി വന്യാസന. അതിൽ ഒരു പ്രത്യേക വിഭാഗമാണെന്ത്? ഈ ചരകന്മാര് വൈദ്യം ശീലിച്ചവരാണ്. ആ ചരക വൃത്തി ചെയ്യുന്ന പിന്നെ പ്രത്യേക ദീക്ഷ ഉണ്ട് അവർക്ക്. വിവാഹമൊന്നും കഴിക്കില്ല. ശാക്യൻ, ആജീവൻ, ഭിക്ഷു, വൃദ്ധൻ, ചരകൻ, നിർഗന്ധി, വന്യാസൻ. ആ ചരക സമ്പ്രദായത്തിൽപ്പെട്ടവരെയാണ് നമ്മൾ ഈ സിദ്ധ യോഗീശ്വരൻ. അവർ മരുന്നുണ്ടാക്കലാണ് ജോലി. എന്നിട്ട് മരുന്ന് അവർ കൊണ്ടുവന്ന് വിൽക്കും. അവർ കൊടുക്കുന്ന തൈലമോ ഭസ്മോ വയറുവേദനയ്ക്ക് ഉപയോഗിക്കും, ചൊറുക്കി ഉപയോഗിക്കും, കണ്ടിലെണ്ണത്തിന് ഉപയോഗിക്കും, തലവേദനയ്ക്ക് ഉപയോഗിക്കും. അങ്ങനെയുള്ളൊരു പരമ്പര ആവാനാണ് സാധ്യത. അതത്ര പ്രാചീനത്വം വരാനുള്ള കാരണം ഗുഹാസമ്പ്രദായം. അവര് എന്താ നാട്ടിലെ ആസ്പത്രിയിലല്ലോ. അപ്പൊ മനസ്സിലാവില്ല. അല്ല, കാവാണ്. എന്തായാലും പേര് എന്താ പറഞ്ഞ കൊടുവള്ളിക്കാവ്. അതിനെ പിന്നെ ഓരോ വിഭാഗക്കാരും ഗുണകർമ്മ വിഭാഗശാസ്ത്രമാണ്. ഓരോരുത്തരും എന്തായിട്ട് അവനവന്റെ ധർമ്മത്തിനനുസരിച്ച് സേവിച്ചു. ഇപ്പൊ ട്രൈബൽ വനമേഖലയിൽ താമസിക്കുന്നവര് മലനായടിയായിട്ട് സേവിച്ചു. മലനായടി മച്ചാട് മലയുടെ മുകളിൽ അല്ലേ, അവിടെ ഉണ്ട്. പിന്നെ അട്ടപ്പാടി മലയുടെ മുകളിൽ കാട്ടുമുണ്ടനാണ്. കാട്ടുമുണ്ടൻ തേനെടുക്കുന്ന കല്ലടിക്കോട് അട്ടപ്പാടി തന്നെ. അതായി നമ്പൂരിമാരുടെ ഉള്ളില് വീട്ടില് കിരാതമൂർത്തിയായി സേവിച്ചു. ക്ഷത്രിയന്മാരുടെ വീട്ടില് തലശിതനായിട്ട് പൂജിച്ചു. പാഞ്ഞാള് അതൊക്കെ അതിന്റെ ശേഷം വന്നാ. പിന്നെ ഞങ്ങളുടെയൊക്കെ കളരികളിലൊരു വേട്ടേക്കരുണ്ട്. അതിപ്പോ ഇവിടെ പറയാൻ പാടില്ല, രഹസ്യ. അത് അതേപോലെ തന്നെ മദ്യം ഉണ്ടാക്കുന്ന ചില സമുദായങ്ങളിൽ എല്ലാ സംസ്ഥാനത്തിലും ഉണ്ട്. അവർക്കത് മറ്റൊരു രൂപത്തിലാണ് പറങ്ങോടന. അതെ, കേരളത്തിൽ മാത്രമല്ല ഉണ്ടാക്കും. തൃശ്ശൂർ ജില്ലയിൽ കള്ളില്ലല്ലോ, ഇപ്പോൾ പാലക്കാടൊന്നും ഇല്ലല്ലോ. അതല്ല കേട്ടോ, മദ്യം ഉണ്ടാക്കുന്ന വിഭാഗക്കാര് അവരുടെ ആയുധം വെച്ചിട്ടാണ് ഈ കലയെ പൂജിക്കുന്നത്. സംസ്കാരത്തിന്റെ ഭാഗമാണ് എത്ര പേഴ്സോണിഫിക്കേഷൻ ഓഫ് ഗോഡ്സ്. ദേവകലകൾ ആദ്യമായിട്ട് ഉത്ഭവിച്ചിരിക്കുന്നത് കാർഷിക വൃത്തിയോട് ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ മോഹൻജദാരോ ഹരപ്പയില് കണ്ട ശിവന്റെ രൂപം ഇതൊന്നല്ല, പശുപതിനാഥനാണ്. ഇവിടെ ഞങ്ങള് കാളയും ബാക്കി പുരുഷനാണ്. അപ്പൊ അത് കഴിഞ്ഞു, കുറച്ചുകൂടി അങ്ങോട്ട് കിടന്നു, അഫ്ഗാനിസ്ഥാനിലേക്ക് കടന്നു. അഫ്ഗാനിസ്ഥാൻ ഒരു കാലത്ത് ഭാരതത്തിന്റെ ഭാഗമാണെന്നും ഗാന്ധാര രാജ്യമാണെന്നും പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് സിറിയയിലേക്ക് പോയാൽ സിറിയയില് കൊയ്ത്തിന്റെ ദേവൻ കലപ്പ ഉള്ള ഒരാളാണെന്നും കലപ്പ ഉണ്ടെന്നും ഈ ദേവന് കാളയുടെ രൂപമാണെന്നാണ്.
ഇവിടെ നമ്മളെ ശിവന്റെ അമ്പലത്തിൽ എന്താ വാഹനം? ആ കളയാണ്, ആ അംശമൊന്നുമില്ല. അപ്പൊ ഇത് ഇവിടെ മാത്രമല്ല, ലോകം പ്രപഞ്ചത്തിനെ നമ്മൾ കാണുള്ളൂ. നമ്മൾ കേരളം തൃശ്ശൂർ ജില്ല എന്നൊന്നും നിങ്ങൾ ചെറുതാക്കരുത്. പ്രകൃതിയിൽ ഇല്ലേ, വെള്ളം, തീയ്, കാറ്റ്, ആകാശം, അഗ്നി, ഈ 5 സാധനങ്ങളെ ഇപ്പം അദ്ദേഹം തിരുമേനി വന്ന് പൂജിച്ചാണ്ടില്ലേ, ആ പൂജ വളരെ ഗംഭീരമായിട്ട്. എന്താ കാരണം അദ്ദേഹത്തിന് അസായിട്ട് ജ്യോതിഷറിയാം, ഒന്നും പറഞ്ഞു കൊണ്ടുവന്നില്ല. അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് പണിയാവും. ജയിച്ച ഓരോ സ്ഥലത്തും പറ്റുന്ന ആൾക്കാർ ഓരോ അക്കലെ പൂജിക്കുക. ഇത് വൃത്തിയായിട്ട് അറിയാം, എല്ലാ ഗ്രഹങ്ങളൊക്കെ മുപ്പർക്ക് അറിയാം. അപ്പൊ പ്രപഞ്ചത്തിന്റെ ഈ പഞ്ചഭൂതാത്മകമായ ആരാധനയിൽ ആദിമ മഹർഷി, അതായത് ഋഷീശ്വരന്മാരിൽ സിദ്ധയോഗീശ്വരന്മാരുടെ സങ്കേതമായിരിക്കണം ഇവിടെ. അതുകൊണ്ട് തന്നെ ആയിരിക്കാം പിൽക്കാലത്ത് നിങ്ങൾക്ക് ഈ ഔഷധ മരങ്ങളും ഔഷധ സസ്യങ്ങളും നക്ഷത്ര വൃക്ഷങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കണം എന്നുള്ള തോന്നൽ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. ഈ മരത്തിന്റെ തോലൊക്കെ തന്നെയാണ് ഈ സിദ്ധവൈദ്യം. ഉദാഹരണത്തിന് ഇതൊക്കെ നേരത്തെ പറഞ്ഞില്ലേ സിദ്ധവൈദ്യം എന്നൊക്കെ പറഞ്ഞില്ലേ, ഇടിഞ്ഞില് എന്നൊക്കെ കൊണ്ട് ചില കാട്ടെണ്ണക്കര ഇടിഞ്ഞില് എന്നൊക്കെ ചില മരുന്നുകളുണ്ട്. ഈ എല്ലൊക്കെ പൊടിഞ്ഞാൽ എല്ല് വീടുന്നതിലൊക്കെ പഴയ വൈദ്യന്മാർ ഒരു പലക വെച്ച് കെട്ടിയിട്ട്, മുരിക്കിൻ്റെ പലക വെച്ച് കെട്ടിയിട്ട് ഇതൊക്കെ വെച്ചിട്ട് കെട്ടി കൊടുക്കുക അത്ര ചെയ്തിരുന്നത്. അല്ലാതെ ആദ്യം തന്നെ നോക്കുക, സർജറി ചെയ്യുക, എന്നൊരു നെട്ടും ബോൾട്ടും ഇട്ടിരുന്നില്ല അത്ര. അപ്പോൾ ആ സിദ്ധവൈദ്യത്തിൻ്റെ പാരമ്പര്യം ഉൾക്കൊണ്ടു എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ് നിങ്ങളുടെ നക്ഷത്ര വൃക്ഷം. പറഞ്ഞു വന്ന പോയിന്റ് ആവുന്നില്ല. നമ്മുടെ പുന്ന, നമുക്ക് പുന്ന വെച്ച് പിടിപ്പിക്കണം, എന്തായാലും വേണം കേട്ടോ. പുന്നാമ്പറമ്പ് ഒരു ഭഗവതി ക്ഷേത്രത്തിൻ്റെ പേരാ, പുന്നയുള്ള പറമ്പ്. ആ ഒരു സ്ഥലത്തിൻ്റെ പേരാ. ആ നീർമ ഉണ്ട് ചാടുണ്ട്. ആ പുന്നമ്പറമ്പ്, ചെറുപ്പശ്ശേരി പുന്നാമ്പറമ്പ് ഭഗവതിയുണ്ട്. ആ അതേപോലെ തന്നെ നീർമരുതൂരുണ്ട്, നിറമരുതൂർ എന്ന് പറയും മലപ്പുറത്ത്. എല്ലാ ഈ ഔഷധങ്ങളുടെയും വൃക്ഷങ്ങളുടെയും പേരാണ്. പിന്നെ അങ്ങനെ ഇനിയും പരിവർത്തനം ഉണ്ടാവില്ലേ? ഇപ്പൊ നിങ്ങൾ വാർപ്പാക്കിയില്ലേ അല്ലേ? അടുത്ത ജനറേഷൻ ഈ വേറെ എന്തെങ്കിലും ജിപ്സാക്കും, അതൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളത് ഉൾക്കൊള്ളണം. ഏതായാലും നമുക്ക് ആ പുന്നമരം വേണം. ഇതിൽ ഏതാണ്ട് ഈ പടിഞ്ഞാറ് ഭാഗത്താണ് അത് വന്നിരുന്നു, കിഴക്ക് ഭാഗത്ത് വന്നിരുന്നു. ലഗ്നാധിപ സ്ഥിരോയത്ര, ആ ശരിയാ, അവിടെ തന്നെയാണ്. അതാണ് ഇപ്പൊ നമ്മൾ ഈ ശ്രീമൂലസ്ഥാനായിട്ട് കാണുന്നത്. അല്ല, അതിന്റെ അപ്പുറത്തുണ്ടായിരുന്നു. അതെ, അവിടെ ഒരു കാവ്, ഈ സർപ്പക്കാവ് ഉണ്ടായിരുന്ന സ്ഥലം എവിടെ? പാമ്പുംകാവ്, കന്നിങ്ങടാവില്ല ഇവിടേക്കായി. ഇതിപ്പോ കിഴക്ക് തെക്ക് ഇവിടെ തന്നെ വരേണ്ടത്. അവിടെ തന്നെ രാഹുവിന്റെ അംശം. അവിടെ പുറ്റുണ്ടായിരുന്നു, അതിന്റെ ഉള്ള പുറ്റുണ്ടായിരുന്നു. പുറ്റൊന്നും കണ്ടില്ല അല്ലേ? പാറകളുണ്ടായിരുന്നു. അത് സ്പൃഷ്ടാംഗരാശിയാണ്, അവിടെ ശുക്രനുണ്ട്. ആ പാറപ്പണ്ടാ കളഞ്ഞു തന്നെ. ഇടവണ്ണാശി ഉണ്ടല്ലോ. ലഗ്നാധിപ സ്ഥിതോ എത്ര തദ്വാസി പൃച്ഛകോ ഭവേൽ. അല്ലാന്ന് വ്യാഴത്തിന്റെ വ്യാഴം മഹാസാന്നിധ്യ സ്ഥാനത്ത് വ്യാഴം വന്നുകൊണ്ട് ഒരു കാലത്ത് ആ പുന്നമരം ഉണ്ടായിരുന്നു, ഒരു കാലത്ത് പാറകൾ ഉണ്ടായിരുന്നു, കുജയ അശ്മീകൃതം, പാറയ്ക്ക് മടകളുണ്ടായിരുന്നു, അതിന് വെള്ളം വന്നിരുന്നു, ആ വെള്ളത്തിൽ നല്ല ഔഷധം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് നമ്മൾ ഊഹിക്കേണ്ടത് അർത്ഥം. പിന്നെ പുറ്റുകൾ എവിടെ ഉണ്ടായിരുന്നു? രാഹുവിന് വൃശ്ചികത്തിലൊക്കെ അല്ല, പുറ്റ് പറഞ്ഞാൽ മനസ്സിലായോ? അല്ല, ഈ പ്രദേശത്ത് തന്നെ വേണം. അല്ല, അതൊക്കെ പിന്നതാന്നാവും. അതിപ്പോ കൗശമാവിന്റെ കാര്യം പറഞ്ഞിട്ട് അത്ര കാലം 1492 പോർച്ചുഗീസുകാരാണേ. പോർച്ചുഗീസുകാർ 2 സാധനം കൊടുക്കുന്നതാണ്. നമ്മുടെ കുരുമുളകൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയി, എന്നിട്ട് ചൊറിയും തന്നു, അണ്ടിയും തന്നു, പിന്നെ പൂട്ടും തന്നു എന്നാണ്. പറങ്കിപ്പൂട്ട് കേട്ടില്ലേ? പറങ്കിപ്പൂട്ടിൻ്റെ പൂട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ പറങ്കി പുണ്ണ് ദേഹത്തിൽ മാന്തിനൊരു തൂക്കിട്, പിന്നെ പറങ്കി അണ്ടിയും തന്നു. അത്രേ ഉള്ളൂ. അതിൻ്റെയൊക്കെ മുമ്പാണത്, അതൊക്കെ അതിൻ്റെ മുമ്പാ. നമുക്ക് പുന്നയെ കുറിച്ചപ്പോൾ പറഞ്ഞത് ദേവസാന്നിധ്യമുള്ള സ്ഥലമാണ്. അത് യുക്തമായൊരു സ്ഥലത്ത് നമുക്കൊരു പുന്ന മരം വെച്ച് പിടിപ്പിച്ച് തറയൊക്കെ കെട്ടി കേട്ടോ. പിന്നെ വൃശ്ചികന് സ്വയംഭൂ ആ ഒരു കല്ലുണ്ടായിരുന്നു. അവിടെ ഒരു കല്ലുണ്ടായിരുന്നു, അതെവിടെ? കിഴക്ക് ഭാഗത്ത്. ആ, നമ്മൾ വിശ്വസിക്കുന്ന അവിടെ ഒരു കല്ലാണ് അല്ലേ? അപ്പൊ ആ സമയത്ത് എന്തൊക്കെയാ അവിടെ ഉണ്ടായിരുന്നത്? മരം, മേൽക്കൂരുള്ള അമ്പലം ഉണ്ടായിരുന്നു. കല്ലിരുന്നു. ആ കല്ലിപ്പല്ലേ?
അന്ന് കഴിഞ്ഞ പ്രാവശ്യം അതിന്റെ പ്രശ്നം വന്നപ്പോൾ അത് മാറ്റി. ശിവലിംഗാകൃതിയിലുള്ള കുഴ, പുതിയ പ്രതിഷ്ഠ വന്നിട്ടില്ല. കണ്ണാടിയ കുഴ, ഉരുളാണോ പരപ്പാണോ? ശിവലിംഗം പകുതി പൊളിച്ച പോലെ. നൈസർഗികമായൊരു കല്ല് വെച്ചത് അത്. പക്ഷെ ഇപ്പൊ പിന്നീടുള്ള ഈ കുഴി ഉണ്ടോ, ഈ പീഠത്തിന് കുഴി ഉണ്ടോ? ഒരു കുഴി അങ്ങനല്ല, ഈ കല്ലുണ്ടായിരുന്നെങ്കിൽ അത് കല്ല് ഇറക്കി വെക്കുന്ന ഒരു നീളമുള്ള കല്ലുണ്ടാവും, എന്നിട്ട് അതിന്റെ നടുവിലൊരു കുഴി ഉണ്ടാവും. എന്താ അത് ചതുരമാണോ വട്ടാണോ ആ കുഴി? അപ്പൊ ആ ബിംബം അങ്ങനെ ഉണ്ടാവുക എങ്ങനെ? ചതുരത്തിലോ വട്ടത്തിലോ ആണെങ്കിൽ അപ്പൊ അതിന്റെ ഒരു ഭാഗം ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുണ്ടാവുള്ളൂ. ബാക്കി അതിന്റെ ഭാഗത്തൊക്കെ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ കുറച്ചു കാലം ഈ ഇത് ഒഴിഞ്ഞു കിടന്നൊരു കാലഘട്ടം ഉണ്ടാവും. കാവേ ഇല്ലേ, അങ്ങനെ ഉണ്ടായില്ലേ? പൂജയൊന്നും ഇല്ലാതെ കാട് പിടിച്ച് കിടന്നില്ലേ ഇല്ലേ? പലവട്ടം അതെ 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 കരിങ്കല്ല് കൊട്ടാൻ വന്ന ഒരു അമ്മി കൊടുക്കുന്ന കൊട്ടൻ ഇവിടെ വന്ന് പണിക്ക് വന്നിട്ട് അവിടെ പറ്റാണ്ടായി പറ്റാണ്ടായി 2 വാലികം തന്നെയായിട്ട് ഇപ്പോൾ അയാള് ഈ പ്രദേശം കല്ലും മരവും ഉണ്ട്, എന്തോ ദേവന്റെ സങ്കല്പം ഹിന്ദു കണക്കായിട്ട് ഒരു കരിങ്കല്ല് കൊണ്ടു വെക്കുക. ഒരു ചെകിള അവിടെ കുറഞ്ഞു വെച്ചു. നിങ്ങളൊക്കെ കാണുമ്പോൾ പിന്നെ നമ്മൾ പുതിയ ബിംബുണ്ടാക്കി അല്ലേ, കുഴ ബിംബുണ്ടാക്കി പീഠത്തിനുള്ള കുടി വെച്ചു. ഇപ്പൊ മഴ കൊള്ളുക അല്ല, നമ്മളിപ്പോ ബിംബം ഇങ്ങനെ ഇരിക്കണു, അപ്പൊ അതിന്റെ മുകളിലേക്ക് മഴവെള്ളം വരുവോ? മുകളിൽ ദ്വാരണ്ട ഇപ്പഴത്തെ കാര്യം ശരിക്ക് മഴ നനഞ്ഞിരിക്കേണ്ട ആളാണ് അദ്ദേഹം. ആര് മഴ വെള്ളം ഒരു ദ്വാരം മതി, ചെറിയൊരു ദ്വാരം. അത് ആ പ്രകൃതിയിൽ വരുമ്പോയി അപ്പൊ വെയിലും വരും മഴയും മഞ്ഞും വരും ഒക്കെ വരണം. അതിലെങ്ങനെ ലയിച്ചിരിക്കണം. അതിപ്പോ അന്നത്തെ ആ സ്ഥാനം അവിടെ ഉണ്ട് സംഭവിച്ചു. അല്ല, അന്ന് നമ്മൾ കാണുമ്പോ തറ ഉണ്ടായിരുന്നു, തറ മണ്ണിൽ തറ ഉണ്ടായിരുന്നു. വലിയൊരു പാളിക്കല്ല് 12 അടിയോളം നീളം രീതിയിലുള്ള പാളിക്കല്ല് 12 അടി ഉണ്ടാവും. അതൊന്ന് വീണ് കിടക്കുക, അതിൻ്റെ മേലേക്ക് ആയിട്ട് മെറ്റൊക്കെ കല്ല് കയറി കിടക്കുക. അവിടെയാണ് ഈ ബിംബം മറ്റേ കല്ലിൻ്റെ അടിയിൽ ശ്രദ്ധിക്കുന്നത്. കൗത്തുവല്ലെന്നതിന് പറയേ മുകളിലത്തെ കല്ല് കത്തി എഴുതി കിടക്കണോ? കൗത്തുവല്ലുന്ന ഇങ്ങനെ ഇങ്ങനെ അതിൻ്റെ അടിയിൽ ഊട്ടിയിൽ കോത്തഗിരിയിൽ ഒരു കുന്നിൻ്റെ മുകളിൽ ഇതേമാതിരി ഒരു കല്ല് ഇങ്ങനെ പരന്ന കല്ല്, പിന്നെ 2 ചെരിഞ്ഞ കല്ല്, അതിൻ്റെ അടിയിൽ ഒരു ശിവലിംഗം ഉണ്ട്. അത് ഞാനവിടെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അത് ഈ പറഞ്ഞ മാതിരി അത് മാറ്റിയിട്ട് ശിവലിംഗാക്കാനൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. മാറ്റി എപ്പോഴും അത് അങ്ങനെ തന്നെ ഇരിക്കുക. ഇളക്കേ ഉറപ്പിച്ചിട്ടൊന്നുമില്ല. കല്ലിൻ്റെ മുകളിലൊരു കല്ല് പഴയ കാലത്തുണ്ടായിരുന്ന മുനിവാടം മറിഞ്ഞു വീണപ്പോൾ ആവാം സാധ്യത ഉണ്ട്. എന്തായാലും ശരിക്കുള്ള ചൈതന്യം ഉള്ള മറ്റൊരു സങ്കേതം ഇതാണ്. എന്ത്? ഒന്ന് പുന്നമരം, ഒന്ന് ഈ ഗുഹ, അഥവാ എന്തായാലും പറയാ ശിലാഗഹ്വരം എന്നാണ് ഞങ്ങളുടെ സംസ്കൃതം ഭാഷ. ശില കൊണ്ടുള്ള ഗഹ്വരം. ശിലാഗഹ്വരം അവിടെ ആയിരുന്നു ഭഗവാന്റെ ചൈതന്യം കണ്ടിട്ടുണ്ടാവുക. മാത്രമല്ല ഈ ചൊവ്വ നിജരാശിയിൽ നിൽക്കുകയും അതിൽ ആരാർക്കജയോ ത്രികോണകേ ചന്ദ്രർക്കേജ വിസൃജ്യ ലംബയ അല്ലേ, ആരർക്കജയോ ത്രികോണകേ ചന്ദ്രേ ചന്ദ്രദൃഷ്ടി ഉണ്ട്, അർക്കേ സൂര്യദൃഷ്ടി ഉണ്ട് അല്ലേ ഗോപി. ചന്ദ്രേർക്കേജ വിസൃജ്യത അമ്പയ ദൃഷ്ടേ അമരരാജമന്ത്രിണ ദീർഘായുസ് സുഖസ്മൃതാണ്. അപ്പോൾ പുരാതന കാലത്ത് ഏതോ ഒരു കുടുംബം കുറ്റിയേറ്റ് ഇവിടുന്ന് പോവുകയും അങ്ങനെ വന്നപ്പോൾ ആ ഭൂമി മറ്റൊരു ബ്രാഹ്മണ ഗൃഹത്തിലോ മറ്റോ ലയിക്കുകയും ചൊവ്വ കൊണ്ട് രാജമന്ദിരം ഒരു നാടുവാഴികളായ ഒരു കാരുടെ കൈവശം ഉണ്ടായിരുന്നത് അത് നശിച്ചു പോയപ്പോൾ സ്വാഭാവികമായിട്ട് അത് ഇല്ലക്കാരുടെ കയ്യിലുണ്ടായിരുന്ന സ്ഥലം ഒരു നാടുവാഴിയുടെ കയ്യിൽ വരികയും ആ നാടുവാഴി പരമ്പര അവസാനിച്ചപ്പോൾ
അത് പബ്ലിക്കായിട്ട് കിടക്കുകയും ഇപ്പം അതിൻ്റെ ഈ ഉടമസ്ഥാവകാശമൊക്കെ ആർക്കാ? ഭൂമിയുടെ ഉടമസ്ഥാവകാശം അല്ല, അതിൻ്റെ മുമ്പ് നായർ കുടുംബം. അതാണ് ശരി. ആ നാടുവാഴികളാണല്ലോ, നാടുവാഴികൾ. അമ്പടി പറഞ്ഞാൽ ശരിക്കും ക്ഷത്രിയ നാടുവാഴികളാണ്. അതെ 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 അതെ, അത് ചരിത്രത്തിലുണ്ട് ഈ നമ്പടിമാര് എന്നുള്ളത്. അതെ 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 അങ്ങനെയാണ് അതിന്റെ ചരിത്രം. അപ്പൊ ആദ്യത്തെ യോഗീശ്വരന്മാരുടെ കാലഘട്ടം, പിൽക്കാലത്ത് അത് പ്രളയമൊക്കെ വന്ന് ധാരാളം ഓടിക്കിടന്നു. പിന്നെ അത് ബ്രാഹ്മണരുടെ കയ്യിലെത്തി, അത് നാടുവാഴികൾ പിടിച്ചടക്കി, അത് അനാഥം വന്നപ്പോൾ ദേവസ്വം ബോർഡിലെത്തി, പിന്നെ നമ്മളെ കയ്യിൽ വന്നപ്പോൾ നമ്മൾ അമ്പലാക്കി വരും. അതെ 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 അങ്ങനെ ആയിരിക്കാം. പിന്നെ അന്നത്തെ ഇവിടെ കർമ്മം എന്താ ഉണ്ടായിരുന്നു ഓർമ്മ ഉണ്ടോ? ചുറ്റുവിളക്കായിട്ടോ? വിളക്ക് വെക്കുക. വെള്ളരി ഉണ്ടോ? വെള്ളരി ഉണ്ടോ? വെള്ളരി ആ എന്താ ഉണ്ടാവുക? ഇത്രേ ഉള്ളൂ. നാളികേരെടുക്കും. കാണാതെ പോവുക. കാര്യസാധ്യം. പരീക്ഷ ജയിക്കാം. തേങ്ങ അടിച്ച കാര്യം നടക്കും. അതന്നെ ശരി. അതാണ് ഇവിടുത്തെ ആചാരം. പൈനെ കാണാനില്ല, പോത്തിനെ കാണാനില്ല. ഒരു തെറ്റുമില്ല. അതൊക്കെ ശരിയായിരുന്നു, അതൊക്കെ ശരിയായിരുന്നു. ആ സംശയമൊന്നുമില്ലാത്ത കാര്യം. അല്ല, അന്ന് ആകളുടെ നമ്മുടെ അടുത്തുള്ള സ്വത്ത് കന്നുകാലി തന്നെയാണേ. കന്നുകാലി വായിക്കൊണ്ട് അല്ല എന്താ നമ്മുടെ അടുത്തുള്ളത്. 4, 8, 16, 32, 64, 1008, 12000 വരെ നാളികേരം ആർക്ക് കൊടുക്കാം? ആർക്ക് കൊടുക്കാം? അദ്ദേഹത്തിന് കൊടുക്കലുണ്ട്. അപ്പൊ വിളവിനനുസരിച്ചിരിക്കുന്ന അർത്ഥം. നാളികേരം എറിയ എന്നാ പറയാ. നാളികേരം എറിഞ്ഞിട്ട് പിന്നെ ഒരു പണി ഉണ്ട്. കേട്ടിട്ടുണ്ട? ആരും കേട്ടിട്ടുണ്ട? കേട്ടാൻ വഴിയില്ല. ഈ നാളികേരം ഈ ദേവനെ എറിഞ്ഞിട്ട് ഒരു ലോക്കൽ കലാമേള ഉണ്ട്. കേട്ടിട്ടുണ്ടോ? അത് കേട്ടിട്ടുണ്ട? ആരും കേട്ടിട്ടുണ്ട? ആ കൂവന് എങ്ങനെ പോണ്? നല്ല കൂക്കാണ് കൂക്കണം. ആ വേട്ടേക്കരനല്ലേ നാളികേരം ഒന്ന് കൂക്കുകയെന്നാ പറയാം. കൂയി തന്നെ കൂക്കും. ആ കാടല്ലേ, ആരും അറിയാൻ ചാൻസ് ഇല്ലല്ലോ. അത് ആ കൂക്കലിന് വേറൊരു കാര്യം കൂടി ഉണ്ട്. അപ്പം നമ്മൾ പണ്ടൊക്കെ കാരണന്മാർ പറയും പാമ്പുള്ള വഴി കൂടെ വെളിച്ചമില്ലാത്ത സമയത്ത്. ഇപ്പം നമ്മുടെ മൊബൈലിലൊക്കെ വെളിച്ചുണ്ട്. ഇങ്ങനെ കൈകൊണ്ട് അടിച്ചാൽ തരാൻ. പാമ്പ് കടിയില്ല. എന്താ കാരണം? പാമ്പിന് കണ്ണും ചെവി ഒന്നാ. പാമ്പ് ചെവി ഇരിക്കുമ്പോൾ കണ്ണ് കാണില്ല പോവാ. ഈ കൂക്കൽ എന്തിനറിയോ? ആ സമയത്ത് വന്യമൃഗങ്ങൾ മാറി നിൽക്കും. ചിലർ തിരിച്ചു കൂക്കുന്ന പറയും. തിരിച്ചു കൂക്കുക എക്കോ ആയിക്കാണ്. എവിടുന്ന്? ഈ മലയുടെ എക്കോ ആ മലയിൽ നിന്ന് ഇങ്ങോട്ട് കേൾക്കും. നമ്മൾ പോയി തന്നെ അവിടെ നിന്ന് പോയി നിങ്ങോട്ട് കൂക്കും. അപ്പൊ ശരിക്ക് ആ പാറപ്പുറത്ത് തിരി വെച്ച് വെള്ളരി വെച്ച് നാളികേരമൊക്കെയാണ് പായസം. പിന്നെ എന്താ? അതാണത്. നമുക്ക് അതിലേക്കൊക്കെ തിരിച്ചു പോണേ. ഇങ്ങനെ ഒന്ന് വെള്ളം വീണ രൂപാക്കണം. ഏത്? ശ്രീകോവിലേക്ക് നിർബന്ധമാണത്. വൃശ്ചികം, കർക്കിടകം, വൃശ്ചികം, മീനം, മകരം ജലരാശികൾ, കാളകന്നി, തുലാം, കുംഭം ജലത്തോടൊട്ടടുത്തവ. വൃശ്ചികം ജലരാശിയാ. വെള്ളം നനഞ്ഞിരിക്കണം അദ്ദേഹത്തിന്. ആ വെള്ളം ശിരസ്സിൽ വീണം. അഭിഷേക പ്രിയനല്ലേ ശിവൻ. അത് സാധാരണ മന്ത്രപൂർവമായ അഭിഷേകം. ഇവിടെ പ്രകൃതിയിൽ നിന്നുള്ള ആ ജലനിർഗമനം ജടയിലേക്ക് വരണം. അല്ലേ? നമ്മൾ പറയാറുണ്ടല്ലോ ശിവനെ അഭിഷേക പ്രിയ ശംഭു. അത് മാത്രമല്ല ഈ ജഡയിലെ ഒരാളുണ്ടെന്ന് കേട്ടില്ലേ? സങ്കല്പത്തില്, ഈശ്വര സങ്കല്പത്തിൽ ജഡറുള്ളിൽ വേറൊരാളുണ്ട്. ആ ഗംഗാദേവി ഉണ്ടെന്നാണ് വിശ്വാസം. ചാക്യന്മാർ ഇവിടെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഈ ചാക്യന്മാർ കൂത്ത് പറയണ സമയത്തെ കിരാതം കൂത്ത് പറയുമ്പോൾ
ഈ അർജുനൻ വില്ലോണ്ട് അടിക്കുന്ന ഒരു ഭാഗം പറയുന്നുണ്ട്. അപ്പോൾ ഈ അവരത് അഭിനയിച്ച് കാണിക്കും, എന്നിങ്ങനെ പറയും ചെയ്യും. എന്നിട്ടേ ശിരസ്ത്രീക്ക് അടിച്ചപ്പോൾ പാർവതി ചിരിച്ചു എന്നാണ്. എന്താ കാരണം? ഈ അടി മറ്റാളൊക്കെ കൊള്ളണേ. ആർക്ക്? ഗംഗാദേവിക്ക് കൊള്ളട്ടെ. അവരുടെ സപത്നി മത്സരം അന്നും ഉണ്ടായിട്ടുണ്ട്. ഇപ്പല്ലേ അത് ഞങ്ങളുടെ അടുത്തൊക്കെ വന്നിട്ട് പറയേ, ഒന്നും പറയണ്ട എൻ്റെ ഗുരുനാഥൻ, ഇവിടെ ആരും ഇല്ലല്ലോ, രാത്രി ഇയാൾ ഇങ്ങനെ ഇരിക്കും, വേറെ ആർക്കോ വിളിക്കാൻ കഴിയും. ഈ സൂക്കട് അന്നും ഉണ്ട് അർത്ഥം, ശിവനും ഉണ്ടായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. രാത്രി ഇങ്ങനെ ഇരിക്കുക, ഭാര്യ പിടിക്കുകയും ആരോടും പറയാനും പറ്റില്ല, കുട്ടികളോടും കേൾക്കാൻ പറ്റില്ലല്ലോ. തിരിച്ചുണ്ടേ ചെറുക്കണ്ട പെണ്ണുങ്ങളുണ്ട് ഇങ്ങനത്തെ ആൾക്കാർ, ഭർത്താക്കന്മാരെ വെട്ടിച്ചിട്ട് ഇങ്ങനെ ആക്കിയിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ശിവൻ രണ്ടെന്താ തെണ്ടിയിട്ടാണശനം തുണിക്ക് പകരം തോലാടുത്തിടുവാൻ പണ്ടം പന്നകമാണു കണ്ട ചുടലക്കാടാണു വീടായത്. അല്ലേ, രണ്ടാളുണ്ട് കളത്രവന്റെ ശിവന്, രണ്ടാളുണ്ട് യാദൃശ്ചികമായിട്ട് വന്നു വിട്ടു. ഒന്ന് ഗംഗാദേവിയാണ്, ഒന്ന് ശ്രീപാർവതിയാണ്. എന്താ കാരണം? അതെന്താ വെച്ചാൽ അവരുടെ ധർമ്മത്തിന്റെ ചിഹ്നങ്ങളാണത്. പ്രപഞ്ചത്തിന്റെ മുഴുവൻ ശക്തി തേജസ്സായ ഗംഗാദേവിയെ ശിരസിലും, അല്ലേ, മനുഷ്യന്റെ മനസാക്ഷിയുടെ കുടുംബജീവിതത്തിന്റെ പ്രതീകമായ ശ്രീപാർവതിയെ തൻ്റെ ഇടത്തെ തുടയിലും ഭഗവാൻ സങ്കല്പിച്ചു. നമ്മുടെ സങ്കല്പങ്ങളാണ് ഒക്കെ, അതാണ് നക്ക മാനിഫെസ്റ്റേഷനാണ് എല്ലാം. അങ്ങനെയുള്ളതായ അതാണ് ഒന്നിച്ചുള്ള അവർ തമ്മിൽ കൂട്ടിമുട്ടാണ്. നമ്മുടെ എല്ലാ വീടുകളിലും ഇല്ലേ അത്. ഇപ്പൊ ശിവന്റെ ഒരു ധ്യാന ശക്തി പഞ്ചാക്ഷരി. നമ്മുടെ വീട്ടിലേക്ക് നോക്കൂ, അച്ഛനും അമ്മയും, അച്ഛൻ അങ്ങനെ ഇരിക്കണോ, നമ്മുടെ അച്ഛൻ്റെ അടുത്ത ഭാഗത്ത് അമ്മ ഇരിക്കണോ സോഫയിൽ, നമ്മളതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ നടക്കണു, നമ്മുടെ ഭാര്യമാരുണ്ട്, കുട്ടികളുണ്ട്, TV ഉണ്ട്. അച്ഛനുള്ള വീട്ടിലെ കാര്യം കേട്ടോ പറഞ്ഞത്. അച്ഛനെ മറ്റേ പൂർവ്വഹോമിൽ കൊണ്ടേക്ക് വരുന്ന കാര്യമല്ല പറഞ്ഞത്. അല്ലേ, അച്ഛൻ റിട്ടയർഡ് പോലീസുകാരനാവും, അല്ലെങ്കിൽ മിലിറ്ററിക്കാരനാവും, അല്ലെങ്കിൽ മാഷാവും, അല്ലേ. അദ്ദേഹത്തിൻ്റെ ആ കാൽപാദം അവിടെ ഉള്ളിടത്തോളം കാലം നമുക്ക് പേടിയുണ്ടാവും. കുറച്ച് നേരം വൈകിട്ട് അച്ഛൻ ചീത്തറിയിട്ടാ, അത് കഴിഞ്ഞാൽ പിന്നെ പേടിക്കില്ല. അമ്മ പിന്നെ ഒന്ന് കണ്ണ് ഒരു കൂടി ചെയ്യില്ല, അമ്മ ഒന്ന് നീച്ചാണ്ട് പോവും. അച്ഛൻ അങ്ങനെയല്ല, എവിടേക്കാ നീ പോയിരുന്നു ചോദിക്കും. അതോട് ആ കണ്ണടങ്ങിനോട് കൂടി ഇത് കഴിഞ്ഞേ. ആ കണ്ണ് നമ്മുടെ മനുഷ്യന്റെ സൈ പിന്നെ അയാള് അച്ഛനായിട്ട് മകൻ വരുമ്പോഴും ഇതന്നെയാണ് ഉണ്ടാവുക. അപ്പൊ എന്താ പറയുക, ആ ശിവകുടുംബ സങ്കല്പം അപ്പൊ കുടുംബ ജീവിതത്തിന്, കുടുംബശ്രേയസിന് വേണ്ടി അന്നത്തെ കാലഘട്ടത്തിൽ പിന്നെ ലൈവ്ലിഹുഡ് എന്താ? നെല്ല്, കൃഷിയുടെ ഭാഗമാണല്ലോ. കോഴി, താറാവ്, പോത്ത്, മൂരി, പയ്യ്, ആട്, ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടാവും. അതിനെ കാണാതെ ആകുമ്പോൾ പിറ്റേ ദിവസം പിന്നെ ഭക്ഷണം കഴിക്കാനില്ല. അവൻ തൻ്റെ ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് കയ്യിൽ കിട്ടിയ ഒരു നാളികേരം കൊണ്ടുപോയി ഉടക്കാന്ന് പ്രാർത്ഥിക്കും. പിന്നെ ചില സ്ഥലത്ത് വെടിയുണ്ട് കേട്ടോ, ചില അപൂർവം ചില സ്ഥലങ്ങളിൽ വെടി വെക്കാറുണ്ട്. പക്ഷെ വേട്ടക്കാരനല്ലേ, വെടി പൊട്ടിക്കുക. ഒരു കാലത്ത് ഉണ്ടായിരിക്കാം, ഒരു പക്ഷെ കോഴി ഇറക്കലോ അതൊക്കെ ഉണ്ടായിരിക്കാം. അതൊക്കെ പിൽക്കാലത്ത് വന്നതാണ്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞ മാതിരി കോഴി ഇറക്കലും ആടിനെ ഇറക്കലൊക്കെ പിന്നെ വന്നതായിരിക്കാം. എന്തായാലും ഹിംസാകർമ്മം നടത്തിയിരിക്കാം. ഇപ്പൊ അട്ടപ്പാടി മലയുടെ അല്ലെങ്കിൽ വയനാടൻ മലയുടെ മുകളിൽ കാട്ടുമുണ്ടന് അവര് നാളികേരല്ല ഉടക്കുന്നത്. അവിടെ നാളികേരില്ല, അവിടെ അതിന്റെ കൂട്ടിൽ കിടക്കുന്ന കോഴി ഇറത്തിട്ടാണ് കാണിക്കുന്നത്. നമ്മുടെ പാലക്കാട് നമ്മുടെ മറ്റേ പള്ളത്തേരി വരെ പാമ്പിന് എന്താണ് 100 പാലൊക്കെയാണ്. പള്ളത്തേരി കുറച്ചാണ്ട് പോയി മറ്റേ എന്താ പറയുക എന്താ പറയാ അതല്ല വാള, അതല്ലേ പാലക്കാടാണ്ട് കഴിഞ്ഞിട്ടേ ആ ടൗണിന്റെ പേരെന്താ? വാളയ. അത് അപ്പുറല്ല, അപ്പുറം കഞ്ചിക്കോട് കഴിഞ്ഞിട്ട് പൊള്ളാച്ചി എത്തിയ പാമ്പിന്റെ വീട്ടിൽ കണ്ട് ഇവിടെ കോഴിയുടെ മുട്ട വെക്കുക. അയാളെടുത്ത് അതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ പ്രാദേശികം മാത്രമേ ഉള്ളൂ. എങ്കിലും ആ വെള്ളരി നാളികേരും മഴ നനഞ്ഞിരിക്കുന്ന ശിവൻ നാളികേരവും വെള്ളരിയും പൂജിച്ചിരുന്ന ചുറ്റുവിളക്കുണ്ടായിരുന്ന അതൊക്കെ നമുക്ക് ചെറിയ 1-2-3 പോയിന്റ്. ഒന്ന് ആ പുന്നമരം, 2 ആ പാറക്കൂട്ടം, പിന്നെ സംരക്ഷിച്ചാൽ മതി. ഇനിയിപ്പോൾ അവിടെ അമ്പലം കയറ്റാനല്ല ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ പ്രകൃതിയിൽ ജയിച്ചിരിക്കുന്ന ശിവന് വെള്ളത്തുള്ളികൾ ശരീരത്തിലേക്കുന്ന രൂപത്തിലാക്കണം. വെള്ളം, വെയില്, മഞ്ഞ് എല്ലാം വരും. കാറ്റ്, തീ, ആകാശം. മണ്ണു തണ്ണീർദാതീയും കാറ്റും ആകാശം ഇങ്ങനെ പഞ്ചഭൂതങ്ങളെ കൊണ്ടു തഞ്ചിതം തനുനിർണയം. പിന്നെ ഈ വെള്ളരി നേദിക്കുക, നാളികേരുടയ്ക്കുക. അതോടെ നാളികേരുടയ്ക്കാൻ കല്ലുണ്ടാ?
നാളികേരം ഉടക്കാൻ കല്ലുണ്ടോന്ന് ചോദ്യം. കല്ല് വേണ്ടേ? വേണ്ടേ? നാളികേരം ഉടക്കലുണ്ടാ? ഇതാരെങ്കിലും ഇപ്പൊ കന്നിനെയും പോത്തിനൊന്നും കാണാതിരിക്കാൻ ചാൻസ് ഇല്ല, കാരണം ആർക്കും തൊഴിലില്ല. നോക്കണം നമുക്ക്. എന്താ പറഞ്ഞ? അതെ അതെ അത് നമുക്ക് നോക്കാം. ഉണ്ടല്ലേ? ഓക്കെ, അത് നമുക്ക് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടേ. എന്ത് പറഞ്ഞിട്ടാ ഉടക്കല്? എന്ത് പറഞ്ഞിട്ടാ ഉടക്കല ആൾക്കാര്? നമ്മളെന്നെ ഉടക്കലല്ലേ? ആര്? എന്നത്? ആ ആ ആ അത് മുട്ടറക്കൽ. അതിന്റെ പേര് മാറിയേ. എന്ത് ഇപ്പൊ ആരെ ഇവിടുന്ന് പറഞ്ഞേ? മുട്ടർക്കലായി. മുട്ടർക്കലെല്ലാം അവിടെ ഉണ്ട്. നാളികേര എറിയ. അതന്നെ വേണ്ട. നല്ല വെള്ളം അങ്ങനെ ഒഴിക്കുക തലയിലേക്ക്. അത് നാളികേരം ഉടക്കിയ. നാളികേരം ഉടക്കിയ കേട്ടോ. നല്ല നാളികേരം. എത്ര നിങ്ങൾ 4-16 കുറച്ചോളൂ കേട്ടാ. ഇതിപ്പോ കർമ്മം വിട്ട് എന്റെ ജോലി ശരിയാവാൻ അല്ലേ? വാഹനം വിട്ട് വാഹനത്തിന് വണ്ടിയിൽ ഓട്ടം കിട്ടാൻ അല്ലേ? വിവാഹം മുട്ട് അത്രേ ഉള്ളൂ. എന്ത്? അതെ, അതാണ് ശരി. പ്രാർത്ഥിക്കും, ധാരാളം നാളികേരം ഉടയ്ക്കും. മറ്റേതല്ലേ വേട്ടക്കര പാട്ട്, അത് പിന്നെ ഗ്രാമത്തിന്റെ മുഴുവനല്ലേ, ക്രിയാങ്കായിട്ടുള്ള. അതാണ് പിന്നെ ചൈതന്യത്തിന്റെ ശക്തി. അത് വേറെ കാര്യം അല്ല. ഇവിടെ ശരിക്കും ആ സമ്പ്രദായത്തിലേക്ക് വരണം. ഈ മുട്ടർക്കുക എന്നുള്ള പരിപാടി ഇതൊരു ദേവനെ കൊണ്ട് അഥവാ ദേവിയെ കൊണ്ട് ജോലി ചെയ്യിക്കല. അത് ചൈതന്യത്തിനെ കുറയ്ക്കുക ചെയ്യുക, മറ്റത് കൂട്ടുക ചെയ്യുക. എന്ത് ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരാളോട് പറയണം, ഇതേ ഞാൻ വീട്ടിൽ കയറണ്ടാ, ചായ കുടിച്ച് പോരാ, എന്താണ് 2 തെങ്ങിന് നാളികേരണം, എന്നിട്ട് അവന് ചായ കൊടുക്കും. അങ്ങനെയല്ല, വരുവേ എന്നാ ഇപ്പൊ വീട്ടിലേക്ക് വന്നിട്ട് കാലത്രേ വരുമോ, നമുക്ക് ചായ കഴിച്ചു പോരാ. അതും മറ്റേ വ്യത്യാസമില്ലേ? ഏത് 2 നാളികേരിടാൻ വേണ്ടിട്ട് ചായ കുടിക്കാൻ വിളിക്കുക. അല്ലെങ്കിൽ കാറൊന്നും വെച്ചാൽ ഞങ്ങളൊക്കെ ചെയ്യാറുണ്ട്. കാറ് ചിലപ്പോൾ ബാറ്ററി ഒക്കെ പോയി, അപ്പൊ ഇതൊന്നും കിട്ടില്ല. എന്ത് മറ്റേ പട്ടാമ്പിക്ക് വേണം. അപ്പൊ അടുത്ത വീട്ടിൽ ഓട്ടോക്കാരെ വിളിക്കട്ടെ, എന്ത് വേണം, അന്ന് ബാറ്ററി ചാർജ് ചെയ്ത് തരുക. അത് കൂലിയായി നടത്തും. മറ്റത് അങ്ങനെയല്ല, മറ്റത് നൈസർഗിക വഴികളുമ്പോ വാ നമുക്ക് ചായ കുടിക്കാം. അപ്പൊ ഇവിടെ വേട്ടേക്കാരന് ഈ പറഞ്ഞ ചുറ്റുവിളക്ക് മണ്ഡലകാലം ചുറ്റുവിളക്ക് കേട്ടോ. അത് ചുറ്റുവിളക്ക്, വെള്ളരി നിവേദ്യം, പിന്നെ നാളികേരം, ചുറ്റു താലപ്പൊലി, അങ്ങനെ ഒന്നുണ്ട്. 41-ാം ദിവസം ഒരു താലപ്പൊലി വേണം. താലപ്പൊലി പറഞ്ഞെന്താ? ദേവനെ പുറത്തേക്ക് ഒന്ന് എഴുന്നള്ളിച്ച് അവിടുന്ന് പിന്നെ താലം, മേളവും, കൊമ്പ്, കുഴല്, ഇടയ്ക്ക, ശംഖ്, അതൊക്കെ വെച്ചിട്ടുള്ള ഒരാചരണം. അത് താലപ്പൊലി. എന്നിട്ട് ആ താലം കൊണ്ടു ശരിയ. അതാണ് ശരിക്ക്. അതൊക്കെയാണ് വേണ്ടത്. വേട്ടക്കര പാട്ടുണ്ട്, അത് വലിയ ഇതാണ്. അതിന്റെ കാര്യം പറഞ്ഞുതരാം. അതിന്റെ കാര്യം നമുക്ക് പറയാനുണ്ട്. കാരണം എന്താ പറയാ, അതല്ല അയ്യപ്പൻ പറയുന്നത് ഇന്ത്യന്ന്. അതങ്ങനെയാണ്, സത്യസന്ധമായിട്ടല്ലേ അവർ പറയുള്ളൂ.